ഈശോ മിശിഹായ്ക്ക് സ്തുതിയായിരിക്കട്ടെ. നമ്മളിന്ന് ധ്യാനിക്കുന്നത് വിശുദ്ധ മത്തായിയുടെ വിശുദ്ധ സുവിശേഷം 9-ാം അധ്യായം 1 മുതൽ 8 വരെയുള്ള വാക്യങ്ങളാണ്. യേശുനാഥൻ ഒരു തളർവാദ രോഗിയെ സൗഖ്യപ്പെടുത്തുകയാണ്. യേശുനാഥൻ്റെ അടുക്കിലേക്ക് തളർവാദ രോഗിയെ 2-3 പേര് ചേർന്ന് കൊണ്ടുവരികയാണ്. യേശുനാഥൻ അവനെ കണ്ടുടനെ നിന്റെ പാപങ്ങൾ ക്ഷമിച്ചിരിക്കുന്നു എന്ന് പറയണം. അങ്ങനെ പറഞ്ഞതുകൊണ്ട് തന്നെ അവിടെ ഉണ്ടായിരുന്ന ചിലർ യേശുനാഥനെതിരെ പിറുപിറുക്കുകയാണ്. യേശുനാഥൻ ദൈവദൂഷണമാണ് പറഞ്ഞത് എന്നൊക്കെ പറഞ്ഞു. അപ്പം ഇതിനൊരു ചരിത്ര പശ്ചാത്തലം നമ്മൾ ചിന്തിക്കുമ്പോൾ യേശുനാഥൻ എന്തുകൊണ്ടാണ് ആ രോഗിയോട് നിന്റെ പാപങ്ങൾ ക്ഷമിച്ചിരിക്കുന്നു എന്ന് പറഞ്ഞത്? കാരണം ഇസ്രായേലിൻ്റെ ഒരു വിശ്വാസമാണ് പാപികൾ എപ്പോഴും രോഗികളായിത്തീരും, അവർ ദരിദ്രരായിത്തീരും എന്നൊക്കെ ഉള്ളത്. അപ്പോൾ അതുകൊണ്ട് ദാരിദ്ര്യമോ രോഗങ്ങളോ ഒക്കെ അനുഭവിക്കുന്നവരൊക്കെ പാപികളാണെന്നുള്ള ചിന്ത അവിടെ എല്ലാവർക്കും ഉണ്ടായിരുന്നു. ഒരുപക്ഷെ ഈ രോഗികൾക്ക് പോലും അങ്ങനെ ഒരു ചിന്ത ഉണ്ടാവും. അപ്പോൾ അവൻ്റെ പാപം ക്ഷമിക്കുമ്പോൾ ഇത് അവൻ്റെ മാനസികമായ അവസ്ഥയെ കൂടെ യേശുനാഥൻ ക്ഷമിച്ചിരിക്കുന്നു എന്നുള്ളൊരു ചിന്ത അവനെ നൽകി അവനെ സൗഖ്യത്തിലേക്ക് കൊണ്ടുവരാനാണ് ഇങ്ങനെ പറയുന്നതെന്ന് വേദശാസ്ത്ര പണ്ഡിതന്മാർ അങ്ങനെ പറയാറുണ്ട്. പക്ഷെ നമ്മളിവിടെ ധ്യാനിക്കുന്നത് ആ മനുഷ്യൻ പാപിയാണെന്ന നിലയിൽ തന്നെയാണ്. നമ്മളോട് ചിന്തിക്കേണ്ടത് യേശുനാഥൻ അവൻ്റെ പാപം ക്ഷമിച്ചു, അതിനർത്ഥം ആ തളർവാദ രോഗിക്ക് പാപം ഉണ്ടായിരുന്നു. അപ്പം അങ്ങനെയെങ്കിൽ പാപാവസ്ഥയിലായിരുന്ന ആ മനുഷ്യൻ അവൻ ദൈവത്തിൽ നിന്ന് അകലെയായിരുന്ന ഒരുവനാണ്. എന്നാൽ ദൈവത്തിൽ നിന്ന് അകലെയായിരുന്നവൻ അന്ന് അവന് ദൈവത്തിനടുക്കൽ എത്താൻ കഴിവുണ്ടായിരുന്നിട്ട് പോലും അവൻ പാപം ചെയ്ത് അകലെയായി മാറി. എന്നാൽ പിന്നീട് പാപിയായി മാറിയപ്പോൾ, രോഗിയായി മാറിയപ്പോൾ അവന് ദൈവത്തിൻ്റെ ആവശ്യം വരികയാണ്. അവന് സൗഖ്യത്തിന് വേണ്ടി ദൈവത്തിനടുക്കിലേക്ക് വരണം. അപ്പോൾ ഇത് നമ്മുടെ മനുഷ്യാവസ്ഥയിൽ ഉണ്ടാകുന്നൊരു കാര്യമാണ്. നമ്മൾ ആരോഗ്യത്തോടൊക്കെ ഇരിക്കുമ്പോൾ ദൈവത്തെ മറക്കുന്നു, അല്ലെങ്കിൽ സമ്പത്തിലായിരിക്കുമ്പോൾ ദൈവത്തെ മറക്കുന്നു. പക്ഷേ എപ്പോഴെങ്കിലും ദൈവത്തിൻ്റെ ആവശ്യം നമുക്ക് വരുന്നു എന്ന് തോന്നുന്നത് നമ്മളെ തകർത്തുന്ന രോഗങ്ങൾ വരുമ്പോഴാണ്, അല്ലെങ്കിൽ ദാരിദ്ര്യം വരുമ്പോഴാണ്. അപ്പോൾ ആ ഒരു അവസ്ഥയ്ക്ക് വേണ്ടി കാത്തിരിക്കാതെ ഏത് സമയവും നമ്മളെ സ്നേഹിക്കുന്ന, പാപിയായിരുന്നിട്ടും അവൻ്റെ പാപങ്ങൾ പൊറുക്കുകയും അവനെ സൗഖ്യത്തിലേക്ക് നയിക്കുകയും ചെയ്ത ക്രിസ്തുവിൻ്റെ മനസ്സ് തിരിച്ചറിഞ്ഞ് നമ്മൾ അവൻ്റെ അടുക്കിലേക്ക് എത്തുക. ഇനി ഇവരെ കൊണ്ടുവരുന്ന ആ സുഹൃത്തുക്കളെ നമ്മൾ ധ്യാനിക്കണം. കാരണം ആ സുഹൃത്തുക്കൾ അവനെ യേശുവിൻ്റെ അടുക്കിലേക്ക് കൊണ്ടുവന്നു. നമ്മുടെ ചുറ്റും ക്രിസ്തുവിൻ്റെ സഹായം ആവശ്യമുള്ള സുഹൃത്തുക്കളുണ്ടാവും. ഒരു പക്ഷേ അവർ പാപികളായിരിക്കും, അവർ ക്രിസ്തുവിനെ വേണ്ട എന്നൊക്കെ പറഞ്ഞ് ജീവിച്ചിരിക്കുന്നവരായിരിക്കും. അപ്പം അങ്ങനെയുള്ള സുഹൃത്തുക്കൾ ഉണ്ടെങ്കിൽ അവരെ ക്രിസ്തുവിൻ്റെ അടുക്കിലേക്ക് കൊണ്ടുവരിക എന്നുള്ളത് ഓരോ ക്രിസ്ത്യാനിയായ സുഹൃത്തിൻ്റെയും കടമയാണ്. അത് അവനെ മതം മാറ്റാൻ വേണ്ടി കൊണ്ടുവരുന്നു എന്നുള്ള ക്രിസ്തുവിൻ്റെ കരുണയുടെ, സ്നേഹത്തിൻ്റെ, സൗഖ്യത്തിൻ്റെ സ്പർശനം ആ കൂട്ടുകാരനിലേക്ക് എത്തിക്കേണ്ടത് എൻ്റെ കടമയാണ്. ഇവിടെ ആ മനുഷ്യനെ കൊണ്ടുവരുന്ന സുഹൃത്തുക്കൾ അതിൻ്റെ ഒരു അടയാളമായി മാറുകയാണ്. ക്രിസ്തുവിൻ്റെ സൗഖ്യം ആ സുഹൃത്തിന് ലഭിക്കുന്നതിന് വേണ്ടി അവനെയും വഹിച്ചു വരികയാണ്, ക്ലേശങ്ങളൊക്കെ സഹിച്ച് വരികയാണ്. അപ്പോൾ ഈ ഒരു വചനം ധ്യാനിക്കുമ്പോൾ നമ്മൾ രോഗം വരാൻ വേണ്ടി കാത്തിരിക്കാതെ, അല്ലെങ്കിൽ തകർച്ച വരാൻ വേണ്ടി കാത്തിരിക്കാതെ അതിന് മുൻപേ ദൈവത്തിനടുക്കിലേക്ക് ഓടിയെത്തുന്ന മനുഷ്യരായി മാറാനുള്ള കൃപയ്ക്ക് വേണ്ടി നമ്മൾ പ്രാർത്ഥിക്കണം. ഒപ്പം നമുക്ക് ചുറ്റുമുള്ള മനുഷ്യരെ ക്രിസ്തുവിൻ്റെ അടുക്കിലേക്ക് എത്താൻ, ക്രിസ്തുവിൻ്റെ ആവശ്യമുള്ള മനുഷ്യരെ അവൻ്റെ അടുക്കിലേക്ക് എത്തിക്കാൻ കഴിയുന്ന അത്രയും തീരുമാനങ്ങൾ എടുക്കുന്ന, അത് പ്രാവർത്തികമാക്കുന്ന നല്ല സുഹൃത്തുക്കളാകാനുള്ള കൃപയ്ക്ക് വേണ്ടി നമുക്ക് പ്രാർത്ഥിക്കാം. യേശുനാഥൻ അതിന് നമ്മെ സഹായിക്കട്ടെ. ആമേൻ.